വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ UGCയുടെ പുതിയ ജാതി വിവേചന ചട്ടങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇക്വിറ്റി റെഗുലേഷൻസ് 2026 സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വലിയ സാധ്യതകൾ ഉണ്ടെന്ന കണ്ടെത്തലുകൾക്ക് ശേഷമാണ് കോടതിയുടെ ബെഞ്ച് ഇങ്ങനെ തീരുമാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുല്യത ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞ ജനുവരി 13-നാണ് UGC പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നത്. എന്നാൽ ഈ ചട്ടങ്ങളിലെ കാര്യങ്ങൾ പ്രഥമദൃഷ്ടിയാൽ അവ്യക്തമാണെന്നും ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു. പട്ടികജാതി, പട്ടികവർഗ, OBC വിഭാഗങ്ങൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് മാത്രമേ ഈ ചട്ടത്തിൽ പരാമർശിക്കുന്നുള്ളൂ. ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക് പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിലില്ല എന്ന പരാതിക്കാരുടെ വാദവും ഗൗരവമായിട്ട് കോടതി നോക്കിക്കണ്ടു. നമ്മൾ ജാതിരഹിത സമൂഹത്തിലേക്കാണോ നീങ്ങുന്നത് അതോ പിന്നോട്ടാണോ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. ഹോസ്റ്റൽ മുറികളിലും കോളേജുകളിലും ജാതി വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കി. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് കോടതിയുടെ ഈ നടപടി. ഇതിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്നാണ് കോടതി പറയുന്നത്. പക്ഷെ അത് ഏത് സമൂഹമാണെന്ന് ചോദ്യം വന്നാൽ അത് തള്ളിക്കളയാൻ കഴിയില്ല. UGC പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സർവകലാശാലകളിൽ ജാതി വിവേചന പരാതികളുടെ അളവ് 118% വർദ്ധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ രീതി നേരിടുന്ന ഒരു വലിയ പരാജയത്തിന്റെ സൂചനയാണ്. UGC സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ അനുസരിച്ച് 2019 മുതൽ 2024 വരെ 1160 ജാതി വിവേചന പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ബഹുഭൂരിപക്ഷവും നടക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ്. ഇങ്ങനെ ജാതി വിവേചനത്തിന്റെ ഇരയായ ചില പേരുകൾ നമ്മൾ മറന്നുപോകാൻ പാടില്ല. രോഹിത് വെമുല ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് ഇരയായ വിദ്യാർത്ഥി. പായൽ തഡ്വി മുംബൈയിലെ മെഡിക്കൽ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ അധിക്ഷേപം കാരണം ആത്മഹത്യ ചെയ്ത ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട പെൺകുട്ടി. ദർശൻ സോളങ്കി IIT ബോംബെയിലെ ഒരു വിദ്യാർത്ഥി. ഇങ്ങനെ പേരുകൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഇനിയും നീളും. ഇനി എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ തൊറാഡ് കമ്മിറ്റി റിപ്പോർട്ട് നടത്തിയ സ്റ്റഡി പറയുന്നത് ക്ലാസ് മുറികളിൽ 72% SC/ST കുട്ടികൾ വിവേചനം നേരിടുന്നുണ്ട് എന്നാണ്. വൈവ പോലത്തെ പരീക്ഷകളിൽ ഇവരെ തഴയുന്ന രീതി ഇപ്പോഴും തുടരുന്നുണ്ടെന്നും ഈ പഠനം വ്യക്തമാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മെറിറ്റ് എന്നത് വെറും സവർണാധിപത്യമാകുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അധ്യാപക തസ്തികകളിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ ദളിത് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള കണക്ക് വെറും 10%-ൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്ത അധ്യാപകർ ഉള്ളതും ഇതിനൊക്കെ കാരണമായി മാറുന്നു. ഇങ്ങനെ ജാതിയുടെ പേരിൽ ഭിന്നിച്ചു കിടക്കുന്ന ജാതി കൊലപാതകങ്ങളും ജാതി വിവേചനവും അതിൻ്റെ പേരിൽ ആത്മഹത്യയും നടക്കുന്ന ഒരു സമൂഹം ഇതിൽ കൂടുതൽ ഇനി എന്ത് ഭിന്നിക്കാനാണ്?